ലെറ്റ്സ് ഗോ. അപ്പോൾ ഓൾമോസ്റ്റ് 1 year ആയി അല്ലേ തുടങ്ങിയിട്ട്? യെസ്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കേ. വിച്ച് വൺ വാസ് ദ വേർസ്റ്റ് ഗസ്റ്റ്? നെഗറ്റീവ് ചോദ്യം തന്നെ ചോദിച്ചു കൊടുക്കണോ? അല്ല, രസമല്ലേ? അങ്ങനെ ഉണ്ടായി ഒരാളുണ്ടോ അതൊക്കെ ഇപ്പോൾ കൊണ്ടുവന്ന ഒരാൾ ഇനി ഗസ്റ്റായിട്ട് ഇനി വിളിക്കരുത് എന്നുള്ളപ്പോൾ ചില ഗസ്റ്റിനെ എനിക്കറിയാം നിനക്ക് ഇനിയും ഒന്നും കൂടി ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ട് എന്നുള്ളത്. കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ എത്ര ഗസ്റ്റിനെ വിളിച്ചിട്ടുണ്ടാവും? 13. മോർ ദാൻ 10 ആയി. അപ്പോൾ മോർ ദാൻ 10 ആയി. അപ്പോൾ ആയിക്കോട്ടെ, ലെറ്റ്സ് സേ ബേപ്പൂർ സുൽത്താനെ നീ മെൻഷൻ ചെയ്ത് ഒന്നും കൂടി നിനക്ക് ഇൻവൈറ്റ് ചെയ്യണം. യെസ്, ഓഫ് കോഴ്സ്. കാരണം ഒന്നാമത് ആ റൂക്കി ലെവലിലാണ് നമ്മൾ തുടങ്ങിയത്. തന്നെ ഇതിലേക്ക് ന്യൂലി വന്നിട്ടുള്ളൂ. നമുക്ക് അറിയില്ല ഇതെങ്ങനെയാണ് പരിപാടി, എന്താ ചോദിക്കേണ്ടതെന്നും. ഉദ്ദേശിച്ചത് ഒരു PR ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ടും ഇതാക്കിയിട്ടൊന്നും അല്ലല്ലോ. സോ ടൈമും ഇതൊന്നും. അപ്പോൾ അതേപോലെ ഇനിയും വിളിക്കണ്ട തോന്നിയ ആൾക്കാരുണ്ടോ? പേര് മെൻഷൻ ചെയ്യണ്ട. ഞാൻ ഫസ്റ്റ് ഇത് എന്താ പറയുക, ഒരു പോസിറ്റീവ് പറഞ്ഞു തുടങ്ങാം. ബേപ്പൂർ സുൽത്താൻ്റെത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ആലോചിച്ച് നോക്ക്, ഫസ്റ്റ് നമ്മൾ ആ ഒരു 2 എപ്പിസോഡോ അങ്ങനെ എന്തോ ഇട്ടിട്ടുള്ളൂ. അതും ജസ്റ്റ് ഫ്രണ്ട്സിനായിട്ടുള്ള ഒന്നും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒന്നും അതിലുണ്ടെന്ന് ലൈക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ തോന്നില്ല. കാരണം റൂക്കി സ്റ്റാർട്ടിങ് അല്ലേ. പക്ഷെ ആ ടൈമിലാണ് ഞാൻ ബേപ്പൂർ സുൽത്താനെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ മുപ്പരാളെ ടൈം തന്നതിലും അത് ലൈക്ക് പുതിയൊരു ചാനലിൽ നോക്കുമ്പം ഒരു എന്താ പറയുക 19K വ്യൂ എന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ലൈക്ക് ജസ്റ്റ് ഒരു വീഡിയോക്ക് മാത്രമേ ഉള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ പറയാ ബേപ്പൂർ സുൽത്താന് ടൈം തന്നതിൽ ഗ്രേറ്റ്ഫുൾ ആണെന്നുള്ളത്. അപ്പം ഇനിയും ഇരിക്കണം എന്നുണ്ട് മുപ്പര കൂടെ. ഒരു കൂൾ ഹ്യൂമൻ ബീങ് ആണ്. അതെ, ഞാനിങ്ങനെ ഇപ്പം പറഞ്ഞതിനെ കൊണ്ട് അത് പറയല്ല, എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡ് അതായിരുന്നു. കാരണം എപ്പോഴുള്ളതിൽ ഒരു വെറൈറ്റി പോലെ പിടിച്ച പോലെ തോന്നി. ലൈക്ക് പലതും ഒരു ഓപ്പൺ സ്പേസ് പോലെ തോന്നി. പലതും പറയാനും നമുക്കും ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ പറയുന്നത്. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ആണ്. നല്ല രസമായിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ വേസ്റ്റ് ഗസ്റ്റ് ഗസ്റ്റിനെ പറയണ്ട. വേസ്റ്റ് ഗസ്റ്റിന്റെ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. കാരണം വേസ്റ്റ് ഗസ്റ്റ് എനിക്ക് കിട്ടാത്ത ഒരാളാണ് വേസ്റ്റ് ഗസ്റ്റ്. അപ്പോൾ ഐ കുഡിന്റ് ഗെറ്റ് ഹെർ ഓൺ ദ പോഡ്കാസ്റ്റ്. അത് എന്താ പറയുക, ഒരു ഓത്തറാണ്, ഒരു ഇംഗ്ലീഷ് ഓത്തറാണ്. ഒരു റിയൽ ലൈഫ് പോളിഷ് സ്പൈനെ പറ്റിയിട്ടൊരു ബുക്ക് എഴുതിക്കുന്നത്. അപ്പോൾ ആ ബുക്ക് ഞാൻ വായിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്താ പറയുക, ഒരു ലൈഫ് സ്റ്റോറിയും ലൈക്ക് എനിക്കതൊരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്തതാണ്. അങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പം ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യാനിരുന്നപ്പം ഞാനൊരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോമിൽ കൂടെ ആണ് വീഡിയോ കോൾ ചെയ്യൽ. അപ്പോൾ റിവർ സൈഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുവരെ ഓൺലൈനിൽ ചെയ്ത ഗസ്റ്റൊക്കെ ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ആക്കാൻ പറഞ്ഞു. ലൈക്ക് നോ പ്രോബ്ലം, സ്മൂത്തായിട്ട് പോയിനും. അപ്പോൾ ഇവർ പറഞ്ഞ് ഞാൻ റിവർ സൈഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതൊന്നും എനിക്ക് പറ്റൂലായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാലും വേറെ ഏതെങ്കിലും ട്രൈ ചെയ്യാം. അപ്പോൾ ആദ്യം പറഞ്ഞത് റിവർ സൈഡ് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്നോട് പറഞ്ഞത് ലൈക്ക് നമ്മൾ പറഞ്ഞ ടൈമിൽ ഷൂട്ട് തുടങ്ങി എന്നുള്ളതിലാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞ് റിവർ സൈഡിൻ്റെ ആപ്പ്, മൊബൈലിൻ്റെ ആപ്പിന് എന്തോ പ്രശ്നമുണ്ട്, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, ബട്ട് ഓക്കെ ലെറ്റ് ഇറ്റ് ഗോ. ഗൂഗിൾ മീറ്റ് ട്രൈ ചെയ്ത്, കാരണം എപ്പോഴും റിവർ സൈഡാണ് ചെയ്തത്. ഇപ്പോൾ വേറെ ഒന്നും ഗൂഗിൾ മീറ്റ് ട്രൈ ചെയ്ത് ഗൂഗിൾ മീറ്റിൽ വിചാരിച്ച മാതിരി കിട്ടുന്നില്ല, ടീംസ് കിട്ടുന്നില്ല. അങ്ങനെ എന്താ പറയുക, ലാസ്റ്റ് ചെയ്യുന്ന ഗൂഗിൾ മീറ്റിൽ വീഡിയോ കോൾ ചെയ്ത് ഡൗൺലോഡ് ആക്കി എഡിറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞ് എന്താ പറയുക, വീഡിയോ ഞാൻ ഓൺ ആക്കൂലാന്ന്. അപ്പം പറഞ്ഞ് ലൈക്ക് ഐ ഓൺലി ഡു വീഡിയോ എന്നുള്ളത്, പിന്നെ ഓഡിയോ സ്പോട്ടിഫൈയിൽ മാത്രമായിട്ട് ഇടയിൽ. നോ, ലൈക്ക് ദിസ് ഈസ് ഞാൻ TV-യിലൊക്കെ പോകുന്ന ആളാണ്, എനിക്ക് ഈ ക്വാളിറ്റി, ഇതിൻ്റെ ഒരു കണ്ടൻറ് ഈ ക്വാളിറ്റിയിലുള്ള വേണ്ടാന്ന് പറഞ്ഞു. ലൈക്ക് ഒരു എംബാരസ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ലൈക്ക് ഐ അണ്ടർസ്റ്റാൻഡ് ഹെർ വേർ ഇറ്റ് കംസ് ഫ്രം, ബട്ട് സ്റ്റിൽ ലിറ്റിൽ ബിറ്റ് റൂഡ്. അപ്പം അതാണ് വേസ്റ്റ് ഗസ്റ്റ് ദാറ്റ് ഐ നെവർ ഹാഡ്. ഓക്കെ, മനസ്സിലാവും. കാരണം എല്ലാം വേണമല്ലോ, എല്ലാ എക്സ്പീരിയൻസും വേണമല്ലോ ഇതൊക്കെ തുടങ്ങുമ്പോൾ. നല്ലതും ചീത്തതൊക്കെ കിട്ടി. കമ്മിങ് ബാക്ക് ടു ദ പോഡ്കാസ്റ്റ്, അതെ 1 year ആയി. 1 year ഇൻ ദ സെൻസ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 year ആയിട്ടില്ല. പക്ഷെ നമ്മൾ ഇതിൻ്റെ പണികളും ഫസ്റ്റ് എപ്പിസോഡ് റെക്കോർഡ് ചെയ്യലും ഒക്കെ കോമഡി ആണല്ലോ. കുറെ എപ്പിസോഡ് ഇപ്പോഴും എപ്പിസോഡുകളിട്ട് ഒരുപാട് പുറത്ത് ആളെ കാണിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ കുറെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറയുന്നതും അതൊക്കെയാണ്. അതെ. അപ്പോൾ പക്ഷെ അതൊക്കെ തന്നെ, ഇതൊക്കെ പാർട്ട് ഓഫ് ഗ്രോത്ത് ആണ്. കാരണം ഇപ്പോൾ വെറുതെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ഇനീഷ്യലി ഞാനൊക്കെ വിചാരിച്ചത് ഓക്കെ നമുക്ക് ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, അതാണ് വിചാരിച്ചത്.
ഫസ്റ്റത്തെ 2-3 എപ്പിസോഡ് ഷൂട്ട് ചെയ്തത് ഇതേപോലെ അണ്ണയുടെ എപ്പിസോഡിൽ അത് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ആക്ച്വലി നല്ല നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളത്. സംസാരിക്കും ഒന്നാമത് ഇപ്പോഴും പബ്ലിക് സ്പീക്കിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആക്ച്വൽ നല്ല രീതിയിൽ മലയാളം സംസാരിക്കാൻ നമുക്കൊന്നും ആയിരിക്കും അറിയില്ല. കാരണം നമ്മളൊക്കെ ഇടപഴകുന്നതും ലൈക്ക് ഫുൾ ഇൻട്രാക്ഷൻ വരുന്നത് നമ്മൾ ഫാമിലിയും ഫ്രണ്ട്സായിട്ട് മാത്രമേ ഉള്ളൂ. ആ പ്രൊഫഷണൽ രീതിയിലേക്ക് നമ്മളെ ലൈഫ് എന്താ പറയുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇടുന്നില്ല നമ്മൾ. കാരണം അങ്ങനെ ആക്കി പറയില്ല, ഒരു കൈൻഡ് ലൈക്ക് സ്പൂൺ ഫെഡ് ഓർ ലൈക്ക് ഈസി വേ ഓഫ് ലൈഫ് ആണെന്നല്ലോ. കാരണം നമുക്ക് പാരൻസ് ആണല്ലോ ഫുൾ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം ഒരു ടൈം വരെ. അപ്പോൾ നമ്മൾ ഗ്രോ ചെയ്യുന്നില്ല. ആഫ്റ്റർ ഡിഗ്രി കഴിഞ്ഞിട്ടും പിന്നെ ഇനിയിപ്പോൾ നമ്മളെ പോലെ പുറത്തേക്ക് വന്ന് പഠിക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ പെട്ടെന്ന് ജോലിയിലേക്ക് പോകുന്നവർ ഒരു ഇൻസ്റ്റൻ്റ്ലി പെട്ടെന്ന് മാറാണ് ലൈഫ്. അതുവരെ ഒരു 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 പേസിൽ പോയത് പിന്നെ പെട്ടെന്ന് ലൈഫ് നമ്മളെ കൈമൊന്നും വേറെ ലെവലിലേക്ക് മാറാണ്. അപ്പം അങ്ങനെ വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാനൊന്നും മിണ്ടുന്നില്ല. അതെ. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചതാണ് 1 year ആയിട്ട് ഫസ്റ്റ് നമ്മൾ 2 എപ്പിസോഡ് ചെയ്തിട്ട് പിന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള ലൈക്ക് ലോജിസ്റ്റിക്കൽ ഇഷ്യൂസിനെ കൊണ്ടാണ്. വേറെ സിറ്റീസിലാണ്. അല്ല അതുമല്ല, ഇപ്പോൾ ഇവൻ ചെയ്യുന്ന പോലെ തന്നെ എനിക്കും അതേ അതോറിറ്റി എനിക്കും ഉണ്ട്. പക്ഷേ ഇവനെ പോലെ എനിക്ക് ആൾക്കാരെ മീറ്റ് ചെയ്യാനും സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. ഐ വുഡ് റാദർ ലിസൺ ടു മൈ ഫ്രണ്ട്സ് ടോക്കിങ് യുനോ. അപ്പോൾ ഞാൻ ആ മൂടാണ്. നീ അതല്ല, നിനക്ക് ആൾക്കാരെ മീറ്റ് ചെയ്യാനും പല കാര്യങ്ങളും അറിയാനും എനിക്ക് ഇഷ്ടമാണ്, പുതിയത് എക്സ്പ്ലോർ ചെയ്യാൻ. എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ എനിക്ക് മടിയല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ലൈക്ക് നമ്മൾ 2-3 എപ്പിസോഡ് ഏറാത്തതും അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഷൂട്ട് ചെയ്ത് വെച്ചത് അൺഎയർഡാകാത്തത് കുറേ റീസൺ ലൈക്ക് പൊട്ടത്തരങ്ങൾ പറഞ്ഞതും ഒരു സ്ട്രക്ചർ ഇല്ലാത്തതും ഇങ്ങനത്തെ ഒക്കെ. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് കൊണ്ട് ഉദ്ദേശം വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മളിടയിൽ ഇപ്പോൾ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞത് ഞാൻ പറയും ലാസ്റ്റ് ഇയർ ഒരു 1 year ആയിട്ടാണ് അതൊന്ന് ട്രെൻഡിങ് ആയി വരുന്നത്. ലൈക്ക് ലെറ്റ്സ് സേ 2 years പാക്ക് എടുക്കുകയാണെങ്കിൽ ആർക്കും അറിയില്ല പോഡ്കാസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. അറിയുന്ന ആൾക്കാരുണ്ട്. ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിലും ഈ എന്താ പറയുക നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഇത് വലിയൊരു പോപ്പുലർ അല്ലായിരുന്നു. ഓഫ് കോഴ്സ് പുറത്ത് ആൾക്കാർ കാണുന്നത്, പക്ഷെ അത് വളരെ ഞാൻ പറയും മൈനോറിറ്റിയാണ് കാണുന്നവരുന്നത്. അവരൊക്കെ ചിലപ്പോൾ പോഡ്കാസ്റ്റ് ഇപ്പം അറിഞ്ഞിട്ടുണ്ടോ, പക്ഷെ ഇപ്പോഴും പുറത്തത്തെ പോഡ്കാസ്റ്റ് ഒന്നും അറിയില്ല. ഫോർ എക്സാമ്പിൾ ലെക്സ് ഫ്രീഡ്മാൻ അല്ലെങ്കിൽ ജോയ് റോഗന്. ഇപ്പോൾ ഒരുപാട് പോഡ്കാസ്റ്റുകളുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ ജോയ് റോഗനാണ് മോസ്റ്റ് ഫേമസ്, ലൈക്ക് എല്ലാവർക്കും അറിയുന്നത്, ലൈക്ക് നമ്പർ 1. അപ്പോൾ ഞാൻ ഒരുപാട് മലയാളം പോഡ്കാസ്റ്റ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ റാൻഡമായിട്ട് കണ്ടതാണ്, പേര് പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനിങ്ങനെ കണ്ടത് ഇത് ഞാൻ എവിടെയോ കണ്ടിരിക്കണമല്ലോ, ലൈക്ക് ഇത് പോഡ്കാസ്റ്റ്. സോ അവരുടെയൊക്കെ എഫേർട്ട് എന്ന് പറയുന്നത് ലിറ്ററലി വേറെ പോഡ്കാസ്റ്റ് കോപ്പി അടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ പറയാം അവർ നല്ലത് ചെയ്യാണോ വെച്ചാൽ എനിക്കറിയില്ല. കാരണം അത് ലിറ്ററലി കണ്ടന്റ് സ്റ്റീൽ ചെയ്യുന്ന പോലെയാണല്ലോ. ലൈക്ക് ഒരു ഒറിജിനൽ കൺസെപ്റ്റ് ഇല്ലല്ലോ. ഇപ്പോൾ നമുക്കും ഇതേപോലെ അതാ പറഞ്ഞത്, വെറുതെ ഫ്രണ്ട്സിനായിട്ട് ഒരു നമുക്ക് തന്നെ ഇത് തുടങ്ങുമ്പോൾ ഒരു ഐഡിയ ഇല്ലായിരുന്നല്ലോ ഇത് എങ്ങനെ തുടങ്ങണോ, ഫ്രണ്ട്സിനായിട്ടുള്ള വെറും ഒരു ചിൽ ഔട്ട് സെക്ഷൻ ആണോ അല്ലേ എങ്ങനെയാണെന്നുള്ളതുണ്ടല്ലോ. പക്ഷേ ഫ്രണ്ട്സിനായിട്ടുള്ള ചിൽ ഔട്ട് സെക്ഷൻ ഒന്നും ആർക്കും കാണാനൊന്നും താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഞാനായാലും വേറെ ഏതെങ്കിലും 2 ആൾക്കാർ നമുക്ക് അറിയാത്ത ഒരാൾക്കാരെ നമുക്ക് കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും എനിക്ക് എന്താ പറയുക നമ്മളെ തന്നെ ടോപ്പാക്കാണ് എന്ന് പറഞ്ഞാൽ. കാരണം ഉദ്ദേശം ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാണ്, നമ്മളൊരു ഒറിജിനൽ കൺസെപ്റ്റ് പോലെ തോന്നി. ഇതേപോലെ ഗസ്റ്റുകളാണല്ലോ കൊണ്ടുവരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ തന്നെ സംസാരിക്കുന്നതിന് പകരം നമ്മൾ ഒരു പുതിയൊരു പേഴ്സണെ പറ്റിയിട്ട് നമ്മൾ പലതും അറിയാണല്ലോ, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ ഒരു ഞാൻ പറയും ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഓപ്പർച്യൂണിറ്റി. ഇവിടെ നിന്നും നാട്ടിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതാണ്. മറ്റേത് ആ ബബിളിൽ തന്നെ നിന്നിട്ട് നമ്മൾ പുതിയ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. അത് കുറ്റം പറയല്ല, ഞാനൊക്കെ അതിൽപ്പെട്ട ഒരാളാണ്. എനിക്കൊന്നും തീരെ ഇൻട്രസ്റ്റ് ആയില്ല ഒരാളെ മീറ്റ് ചെയ്യാൻ. ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഒതുങ്ങി അവരുടെ ഒപ്പം തന്നെ അടിച്ചു പൊളിക്കുകയാണ്. അതിൽ ഹാപ്പി ആവുന്നവരുണ്ട്. ഞാനൊക്കെ ഇപ്പോൾ ഹാപ്പിയാണ്. പക്ഷേ ഉണ്ടല്ലോ നമ്മളത് എഫേർട്ട് മാറ്റിയെടുക്കുമ്പോഴേ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നോ അറിയുന്നതുള്ളൂ. അതിൽ ചിലതൊക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള, നമ്മൾ എക്സ്പോഷറിന് ഒരു ലിമിറ്റ്, ഒരു ഡോറ് വെച്ചിരിക്കുന്നല്ലോ, ഒരു ബൗണ്ടറി വെച്ചിരിക്കുന്നല്ലോ, അവിടെ വരെ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് ചിന്തിക്കണമെങ്കിലും പറയണമെങ്കിലും വേറൊരു ഒരു ഇതെന്നുള്ള ഒരാൾ വരണം, ഒരു ടിയർ ലിസ്റ്റ് എന്നുള്ള ഒരാൾ വരണം. അപ്പോഴേ നല്ല രസമുള്ളൂ. ഓർക്കും അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളെ പോലെ ആൾക്കാരായിട്ടൊന്നും ഇൻട്രാക്ട് ചെയ്തിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കും ഭയങ്കര ഇൻട്രൂഗിങ് ആയിട്ട് തോന്നും. അതെ, അത് എന്താ പറയുക, എനിക്ക് ഒന്നാമത് ഒരു മെയിൻ മോട്ടിവേഷൻ തന്നെ അതേനും ആ ഒരു ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റി എന്താ പറയുക സീസ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനത്തെ ഇവിടെ ഇപ്പം മലയാളത്തിൽ ചെയ്യാനാണ് ആഗ്രഹം കൂടുതൽ എപ്പിസോഡും. പക്ഷേ പാർട്ട് ഓഫ് ദ തിങ് ഈസ് ഐ ക്യാൻ ടോക്ക് ടു പീപ്പിൾ ലൈക്ക് ഇൻ ഇംഗ്ലീഷ്.
ഫ്രം ഹിയർ റൈറ്റ് ആക്സസ് ഉണ്ട് ഇങ്ങനത്തെ, ഐ മീൻ എല്ലാ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ആക്സസ് ഉണ്ട് എന്നല്ല പറയുന്നത്. ഇപ്പം വന്ന് കുറച്ച് 2-3 പ്രൊഫസേഴ്സ് വന്ന് സംസാരിച്ച്, അപ്പം ഇങ്ങനത്തെ ആൾക്കാരിലേക്കൊക്കെ ആക്സസ് ഉണ്ട്, അത് മുതലെടുക്കാൻ തന്നെ. അറ്റ് ദ സെയിം ടൈം എന്താ പറയുക, ഇപ്പം ഇത് പറയത്തക്ക ഒരു എൻഗേജ്മെൻ്റ് ഒന്നും ചാനലിൽ ഉണ്ടായിട്ടില്ല. ലൈക്ക് അപ്പാർട്ട് ഫ്രം ദാറ്റ് ആ ഒരു 1 million റീൽ ഒഴിച്ചു നിർത്തിയാൽ, വേറെ എന്താ ബേപ്പൂർ സുൽത്താൻ്റെ എപ്പിസോഡ്സ് ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ ഒരൊറ്റ റീലല്ലേ, അതുകൊണ്ടാണ്. അത് എന്താ പറയാ, കൊളാബും ഇതൊന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അതിന്റെ ഈ അൽഗോരിതം ഭയങ്കര വിയർഡാന്ന് പറയാ ചിലത്. ഇപ്പൊ ഈവൻ ആ റീലൊക്കെ തന്നെ എനിക്ക് ഫ്രണ്ട്സിന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ഓൾറെഡി വാച്ച് ചെയ്തിരിക്കണേ. ലൈക്ക് ഇത് ഫോളോ ചെയ്യാതെ തന്നെ ഉണ്ടല്ലോ അവരെ ഫീഡിൽ വന്നിക്കുന്നു. ഫോളോ ചെയ്യുന്നത് കൊണ്ടല്ല, ഇങ്ങനെ റാൻഡം ആയി ഫീഡിൽ തന്നെ അവർക്ക് വന്നിക്കണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയാം ഓക്കെ, ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ല, നടക്കും. പറഞ്ഞു വന്നത് വൺ എൻഗേജ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇപ്പോൾ ഡൗൺ ആയ മൊമെന്റ്സ് ഉണ്ട്. ലൈക്ക് ആ കാരണം ഇഷ്ടം പോലെ എനിക്ക് ടൈം പോകുന്നുണ്ടല്ലോ, അതിന് ഇഷ്ടം പോലെ ടൈം പോവല്ലേ. പക്ഷേ വാട്ട് കെപ്റ്റ് മീ ഗോയിങ് വാസ് തന്നെ ആൾക്കാരോട് സംസാരിക്കുമ്പം കിട്ടുന്ന ആ ഒരു ഇൻട്രസ്റ്റ്. കാരണം പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാണല്ലോ. അപ്പോൾ നമുക്ക് സ്ട്രേഞ്ചേഴ്സിനായിട്ട് ഇരുന്ന് സംസാരിക്കാൻ കഴിയില്ല. എനിക്ക് നിങ്ങളുടെ അക്കാഡമിക്കിൽ താല്പര്യമുണ്ട്, നമുക്ക് വന്നിരുന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ ഒരു കുറവാണ്. ഇപ്പോൾ ഇതൊരു ചാനലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോഡ്കാസ്റ്റ് ആണെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരുടെ ലൈഫ് സ്പെൻഡ് ചെയ്ത ആൾക്കാർ. ഇപ്പോൾ ലാസ്റ്റ് സംസാരിച്ച ശേഷം ഞാൻ പറഞ്ഞില്ലേ, വെസ്റ്റ് ബാങ്കിൽ നിന്നിട്ട് ഒരു പോളിഷ് പ്രൊഫസർ വെസ്റ്റ് ബാങ്കിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ അത് ദാറ്റ് കീപ്റ്റ് മീ ഗോയിങ്. അതന്നെ നമ്മളൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ മീറ്റ് ചെയ്തു. അതെ, വളരെ യാദൃശികമായിട്ട് കിങ് ചാൾസ് ഇവിടെ വന്നിട്ട് 3-4 ദിവസമായിട്ട് ഒന്നുമില്ല. കാരണം ഒന്നാമത് വലിയ തണുപ്പും ഫുൾ സ്നോ ആയതിനെ കൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. വെറുതെ റിലാക്സ് തന്നെയാണ്. ആകെ ഒന്നാ ഇപ്പോൾ പുറത്തിറങ്ങിയത്. ഈവനിങ് പുറത്തു പോയപ്പോണ്ട് നമ്മുടെ മറ്റാരുമല്ല കിങ് ചാൾസ്. അതെ, പുള്ളിക്കാരനെ കണ്ട് ഇവിടെ ക്രാക്കോ സിറ്റിയിൽ എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട് ജൂയിഷ് ഈ ലിബറേഷൻ ക്യാമ്പ്, ഓഷ്വിറ്റ്സ് ക്യാമ്പ് ലിബറേഷൻ്റെ ഒരു വാർഷികം എന്നുള്ളതൊക്കെ. അത് ടുഡേ ഇറ്റ് വാസ് 80th ഓർ സംതിങ്. അപ്പം അതിന് കുറേ വേൾഡ് ലീഡേഴ്സ് ഇവിടെ സിറ്റിയിൽ വരുന്നുണ്ട്. അതിലൊരാളായിരുന്നു ചാൾസ്. ഇപ്പം ഇന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും വെറുതെ സിറ്റി കൂടെ നടക്കാൻ വേണ്ടി പോയപ്പോൾ നമുക്ക് അറിയാം ചാൾസ് വരുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ യാദർശികമായിട്ട് അവർ ഡിന്നർ കഴിക്കുന്ന കോമ്പൗണ്ടിൻ്റെ മുമ്പിൽ എത്തിപ്പെട്ട് ഇപ്പോൾ അവര് കാണാന്ന് പറഞ്ഞാല് അങ്ങനെയാണല്ലോ, കാറിന്റെ ഉള്ളിൽ അവിടുന്ന് ഇറങ്ങി. ബാക്കിയുള്ള എല്ലാവരും ഗസ്റ്റുകളൊക്കെ പുറത്ത് തന്നെ, ഗേറ്റിന്റെ പുറത്തേക്ക് തന്നെ ഇറങ്ങി. വെറുതെ VIP അതിനെ കൊണ്ട് അത് ഡയറക്റ്റ് ഫുൾ പോലീസ് ഫോഴ്സും ഡോക്ടേഴ്സും 3 സെയിം കാർസ്, 3 BMW മൂവിലൊക്കെ കാണുന്ന പോലെ. പക്ഷെ ഞാൻ പറയൂ, സ്റ്റിൽ ക്രൗഡ് കമ്പയർ ടു ലൈക്ക് നമ്മളവിടെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാൾ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ കോളേജൊക്കെ ലീവായിട്ടൊക്കെ ടീം വരാം. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. കുറച്ച് ആകെ ഒരു മീഡിയ ചാനലൊക്കെ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നമ്മളെ പോലത്തെ റാൻഡം പീപ്പിൾസ്, ഏറിപ്പോയ 20-30 പീപ്പിൾ മാക്സിമം. അതുകൊണ്ട് തിക്കും തിരക്കൊന്നും ഇല്ലാതെ നമ്മള് കണ്ട് അതേപോലെ തന്നെ. പിന്നെ കാണാൻ വേണ്ടി പോയൊന്നുമില്ല, കാണാൻ കൊളോണിയൽ എന്താ പറയാ കാലുതക്കുകളല്ല. പക്ഷെ അവിടെ എത്തിയ സ്ഥിതിക്ക് ഏതൊരു സിനിമയിൽ പുലിവായിട്ട് കലക്ടറെ ഇതാണോ കലക്ടർ എന്ന് പറഞ്ഞ പോലെ ഇയാളായിരുന്നു. ഒരിക്കലും ഇങ്ങനത്തെ ഒരാളെ മീറ്റ് ചെയ്യുന്ന വിചാരിച്ചിട്ടില്ല. മീറ്റ് ചെയ്യുന്നില്ല, കാണുന്നു. ഹിസ്റ്ററി ബുക്സിൽ മാത്രം വായിക്കുന്ന അങ്ങനത്തെ ഫിഗേഴ്സിൽ ഒരാളല്ലേ. ഒരുപാട് വേൾഡ് ലീഡേഴ്സ് ഉണ്ട്. ഇതിനെന്തെങ്കിലും ഉണ്ടോ, ക്രൈറ്റീരിയാസ് ഉണ്ടോ, ലൈക്ക് ഇങ്ങനത്തെ ഇതില് ഇൻവിറ്റേഷന് വരാനോ? അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ആ ഒരു ഇതിൽ ഇങ്ങനെ ക്രൈറ്റീരിയാസ് ഒന്നും ഇല്ല. ഓരോ രാജ്യത്തു നിന്നും റെപ്രസെൻറ്റേറ്റീവിനെ വിളിക്കുന്നതാണ്. ചില ആൾക്കാർ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ലിസ്റ്റിൽ ഇന്ത്യനൊന്നും കണ്ടിട്ടില്ല, ഇന്ത്യ ഇല്ല. അപ്പോൾ ചെയ്തിട്ട് ചിലപ്പം റിജക്ട് ചെയ്തായിരിക്കും. ഇപ്പം കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ഐ തിങ്ക് ഐറിഷ് പ്രൈം മിനിസ്റ്റർ ഉണ്ട്, പിന്നെ ജർമ്മൻ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, കിങ് ഓഫ് നെതർലാൻഡ്സ്. റാൻഡമായിട്ടാണ് ഒരു നമുക്കിപ്പോ ഇതൊന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആരൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അതൊരു വെറൈറ്റി ആയിരിക്കുന്നു. അതെ, പക്ഷെ അവിടെ ഈ പരിപാടിക്ക് ജർമ്മൻ എന്താ പറയാ പ്രൈം മിനിസ്റ്റർ ഒക്കെ വിളിക്കുന്നത് ഭയങ്കര ഐറോണിക് ആണ്.
അയാൾ പോയും ചെയ്തു അല്ലേ. അയാളുണ്ട് ഒലാഫ്. മറ്റേ മീമില് കാണുന്ന പോലെ ഹിറ്റ്ലർ ഇസ് ഗ്രേവ് അതെ. Let's talk about JFK files and Trump. Like what? JFK, John F. Kennedy, president Kennedy is president of of America. assassination. Yeah. Kennedy assassination. Correct. Like, he was once. I know that much. Hey, come on. Yeah. Canadian American president Mr. Kennedy. who was assassinated Okay. in the late 60s, early 60s. I think so. Yeah. When? I think Was assassinated? 1963. 67. Okay. Okay, 67. So അത് കുറെ കൺസ്പിറസീസ് ഉണ്ടായിരുന്നു. ഒരു US പ്രസിഡന്റിനാണ് കില്ല് ചെയ്തത്, അസാസിനേറ്റ് ചെയ്തത് എന്നുള്ള. അതൊരു എന്താ പറയുക, ഓൺ പേപ്പർ ഒരു കില്ലറിനെ പിടിച്ച് അത് എന്താ പറയുക ഒരു സോളോ കില്ലിങ് ആയിരുന്നു, ഒരു സൈക്കോപാത്തിൻ്റെ എന്നുള്ള രീതിയിൽ ആക്കി തീർത്ത്. പക്ഷേ അന്ന് മുതൽ കുറേ കോൺസ്പിറസീസ് ഉണ്ട്. അത് US ഗവൺമെൻറ് ചെയ്തതാണ്, അത് റഷ്യ ചെയ്യിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അത് CIA തന്നെ, അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസി തന്നെ ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ടുള്ള കുറേ കോൺസ്പിറസീസ് ഉണ്ട്. ഇപ്പം ഫ്യൂ ഡേയ്സ് ബാക്ക് ട്രംപ് സൈൻഡ് എൻ എക്സിക്യൂട്ടീവ് ഓർഡർ ടു മേക്ക് ഡീക്ലാസിഫൈഡ്. എന്ന് വെച്ചാൽ ഈ ഫയൽസ്, ഗവൺമെൻറ്റിൻ്റെ അടുത്തുള്ള ഫയൽസ്, CIA അല്ലെങ്കിൽ FBI-ൻ്റെ അടുത്തൊക്കെയുള്ള എല്ലാ ഫയൽസും ഡീക്ലാസിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. കാരണം കുറേ കാലത്തിന് ശേഷം അതിൽ ചിലപ്പോൾ അതിലൊന്നും ഉണ്ടായിരുന്നു വരില്ല. ലൈക്ക് ഇഫ് ദർ ഇതിപ്പോ അപ്പൊ എന്തുകൊണ്ട് ട്രംപിന്റെ ഫസ്റ്റ് റൂൾ ഇതൊന്നും സംഭവിച്ചില്ല? ഫസ്റ്റ് റൂള് എന്ന് പറഞ്ഞാൽ അതൊരു സൈക്കിളല്ലേ. അത് ഇപ്രാവശ്യം ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതും ഇപ്രാവശ്യം മത്സരിച്ചതും ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്രാവശ്യം ഭയങ്കര വിജയമല്ലേ ട്രംപിന് കിട്ടിയത്. ഒരു എന്താ പറയുക, ലിബറൽ അല്ലെങ്കിൽ എക്സ്ട്രീം ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള ഒരു, ലെഫ്റ്റ് ലീനിങ് ഇൻ ദ സെൻസ് പൊളിറ്റിക്സ് മാത്രമല്ല എക്കണോമിക്സും ഒക്കെ ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റ്സിൻ്റെ അടുത്തു നിന്നും എല്ലാ പവർ ഹൗസ് ഫുള്ളി ഷിഫ്റ്റ് ചെയ്തല്ലോ. ഒരു US ഉണ്ടാകുന്ന ഒരു കൾച്ചറൽ ഷിഫ്റ്റ് തന്നെയാണത്. വൺ ഷിഫ്റ്റാണ് ഉണ്ടായത്. ഇപ്പം മാർക്ക് സക്കർബർഗിന് തന്നെ വലിയ എക്സാമ്പിളാണ്. മാർക്ക് സക്കർബർഗ് എല്ലാം ഇപ്പം ഫോർ എക്സാമ്പിൾ ബൈഡൻ പ്രസിഡന്റ് അയക്കുന്ന സമയത്തൊക്കെ ഹണ്ടർ ബൈഡന്റെ ലാപ്ടോപ്പ് ലീക്ക് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പം നേരെ മാറി ട്രംപിന്റെ ആളായി. ഇപ്പോൾ ജോറോഗൻ്റെ ഇതിലൊക്കെ വന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവസരം കിട്ടും ഇപ്പം കാല് മാറി. അതേപോലെ എല്ലായിടത്തും കൾച്ചറൽ ഷിഫ്റ്റ് ആയിട്ട് എനിവേ. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതിലെന്തെങ്കിലും ഉണ്ടാവോ എന്നുള്ളതൊക്കെ. എന്തുകൊണ്ടാണ് അപ്പൊ അമേരിക്കൻ ആണെങ്കിലോ വില്ലൻ എന്തായിരിക്കും എന്നുള്ളത് അല്ലേ? അതെ, CIA എന്നാണ്. കാരണം അതൊരു വാലിഡ് കോൺസ്പിറസിയാണ്. കാരണം കെനഡി ഈ ഇന്റലിജൻസ് ഏജൻസി ആയ CIA ഒക്കെ ക്ലോസ് ഡൗൺ ചെയ്യണമെന്ന് പറഞ്ഞു നടന്ന ഒരു പ്രസിഡൻ്റാണ്. ലൈക്ക് ക്ലോസ് ഡൗൺ ചെയ്യണമെന്ന് മാത്രമല്ല, ക്രിട്ടിസൈസ് ചെയ്ത് FBI-നായിട്ടൊക്കെ 3 ലെറ്റർ ഏജൻസീസ് ആയിട്ടൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടായ പ്രസിഡൻ്റാണ്. അതെ, ജസ്റ്റ് പറയണം തോന്നി. ഇൻട്രസ്റ്റിംഗ് ആണ് അത്. LFIs-നെ പറ്റി സംസാരിക്കുക. അത് എന്താ പറയുക, ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഇട്ട് വീഡിയോ ഉണ്ട്. അത് ഫാമിലി ഗ്രൂപ്പിലൊക്കെ വന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കണ്ടിരുന്നു LA ഫയർ നടന്നത്. അത് എന്താ പറയുക, ദൈവത്തിൻ്റെ ശിക്ഷയാണ്. കാരണം അവർ പലസ്തീനിൽ നടക്കുന്നത് ഒന്നും എന്താ പറയുക USA ആണ് ഫണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പഠിച്ചോന് തിരിച്ചൊരു പണി. അതാ പറയുന്നത്, വൈ നോട്ട് അറ്റ് ടെൽ അവീവ്? അതാണ് ചോദ്യം. എന്തുകൊണ്ട് മാർവൽ മൂവി പോലെ ആയിപ്പോയല്ലോ, ലോജിക്കില്ല. അപ്പോൾ രസം എന്താ വെച്ചാൽ ഇതൊരു മുസ്ലിം ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ ദ നെക്സ്റ്റ് ഡേ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു ലിങ്ക് അയച്ചു തന്ന് ഫേസ്ബുക്കിൽ. അപ്പോൾ അതൊരു ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസർ സെയിം കാര്യം ഇൻ ബിബ്ലിക്കൽ ടേംസ് പറയുന്നത്. അത് ഒരു ഈ LGBTQ പിന്നെ സാറ്റാനിക് ഇതൊക്കെ നടക്കുന്ന സ്ഥലമാണ് അല്ലേ, അതുകൊണ്ട് ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു റിവെഞ്ചാണ്. അപ്പൊ എല്ലാ മതവും ഒരേപോലെ. പാവ ആൾക്കാരവിടെ എന്താ പറയുക, കുറെ പാവങ്ങൾ വീട് പോയ ആൾക്കാരുണ്ടാവും. ഓരോട് എന്താ പറയുന്നത്, അങ്ങനെ തന്നെ വേണം, പഠിച്ചോന്റെ വിദ്യയാണിത്. മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. ലൈക്ക് നമ്മളെ എന്തോ ആക്കി വെച്ചിരിക്കുന്നത്. സിമ്പിൾ സാധനമാണ്,
അതെ, അത് രസം വെച്ചാൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണ് വൈൽഡ് ഫയർ. അതെ, അവിടെ ഓസ്ട്രേലിയയിലൊക്കെ ഇതൊരു സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചിലത് ഇപ്പോൾ ഈ ഹയർ പവർ എന്ന് പറയുന്ന പോലെയാണ്, അവർക്ക് ഇതിപ്പോൾ ഒരു വിഷയമാക്കണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ അത് അറിയും കൂടിയില്ല എങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ ബ്ലൈൻഡ്ലി നമ്മൾ വേഗം ക്ലിക്ക് ബൈറ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് നമ്മൾ ആൾക്കാരുണ്ടാവും. അപ്പം അത് എന്ത് കണ്ടാലും ആ ഒരു ജസ്റ്റിഫിക്കേഷൻ അതിൽ ആഡ് ചെയ്യണം എന്നുള്ള രസമാണ് ഇത്. ലൈക്ക് അങ്ങനെ ഒന്ന് ശരിക്കും ഞാനിപ്പോൾ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഫാമിലി ഗ്രൂപ്പിൽ ഇത് വന്നാൽ ഇതിന് എന്തായാലും റിപ്ലൈ ചെയ്യണം എന്നുള്ള. പക്ഷെ ഇപ്പം എന്നാണ് ഇട്ടത്, അതുകൊണ്ട് പ്രശ്നമില്ല, റിപ്ലൈ ചെയ്താലും. പറഞ്ഞു ഒരാൾക്കാരവിടെ പാവപ്പെട്ടവർക്ക് വീട് പോയിട്ടില്ലേ, പിന്നെ എന്താ പറയുക, ഇതിനെ പറ്റിയിട്ടൊരു പ്രോ പലസ്തീനായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ വീട് നശിച്ചിട്ടുണ്ടാവില്ലേ, പക്ഷെ ഇവരെല്ലാവർക്കും കൂടെ ഉള്ള ശിക്ഷയാണെന്ന് പറയുന്നത് ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. റീസെൻ്റ്ലി എന്തൊക്കെയോ ട്വിറ്ററിൽ കണ്ട് ഈ ട്വിറ്ററിനെ പറ്റി ടിക്ടോക്കിനെ പറ്റിയിട്ട് ഞാൻ ഫസ്റ്റ് കണ്ടത് മിസ്റ്റർ ബീസ്റ്റിനെ എല്ലാവരും ടാഗ് ചെയ്യുന്നതാണ്. മിസ്റ്റർ ബീസ്റ്റ് ഇതൊന്ന് വാങ്ങിക്കും, ഇയാളിതിപ്പോൾ ഇത് വാങ്ങിക്കാൻ നിൽക്കണം. പിന്നെ എലൻ മസ്ക് ഇത് വാങ്ങിക്കും, പിന്നെ ഫുള്ള് വാങ്ങിക്കുന്നതായി. എന്ത് സംഭവം എന്താണിത്? ടിക്ടോക്ക് ബാൻ ചെയ്തോ ചൈന? ചൈന അല്ല ബാൻ ചെയ്തത്, ചൈനൻ്റെതല്ല, പക്ഷേ അത് ചൈനൻ്റെതാണ്, പക്ഷേ US-ലാണ് ബാൻ ചെയ്തത്. കുറേ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇറ്റ് വാസ് കമ്മിങ്, ചൈനൻ്റെ ആപ്പ് ആയതുകൊണ്ടും ഡാറ്റ ചൈനയിലേക്ക് പോകുന്നതുള്ളതെന്നൊക്കെ റീസൺ പറഞ്ഞിട്ട് ബാൻ ചെയ്താണ്. അത് ഭയങ്കര ടോപ്പിക്കാണ്. ഇതിൻ്റെ ബാക്കിലൊരു കൺസ്പിറസി തിയറി പെട്ടെന്നാണ് ഓർമ്മയത്. അപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ വൺ ഓഫ് ദ ലാസ്റ്റ് തിങ്സ് എന്നുള്ള നിലയിൽ അത് ബാൻ ചെയ്ത്. പക്ഷേ ട്രംപ് അല്ല ആള്. ട്രംപ് ആദ്യം പറയുന്നുണ്ട് ലൈക്ക് വെൻ ഐ എം ദ പ്രസിഡന്റ് ഐ വിൽ നോട്ട് ബാൻ ടിക്ടോക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ മുപ്പരാൾക്ക് അതിൽ 65 മില്യൺ ഫോളോവേഴ്സും പിന്നെ ഇലക്ഷന്റെ സമയത്തൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ ബാൻ ചെയ്യണ്ടെന്നുള്ളതിൽ റീച്ച് കൂടുതൽ. അതെ, എന്നിട്ട് എന്താ പറയാ, ടിക്ടോക്ക് വാസ് ബാൻഡ് ആൻഡ് ദ നെക്സ്റ്റ് ഡേ ട്രംപ് വാസ് പ്രസിഡന്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് ബാൻഡ് ഫോർ നൗ. പക്ഷെ അതൊരു 90 ഡേയ്സിലേക്കാണ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മിക്കവാറും ബാൻ ആവും, അല്ലെങ്കിൽ സംവൺ ഫ്രം US ക്യാൻ ബൈ ഇറ്റ്. ഒരു ടിക്ടോക്ക് അത് മിസ്റ്റർ ബീസ്റ്റിന്റെ ഇതിന്റെ റൂമേഴ്സ് ഉണ്ട്, പക്ഷെ അത് ലോജിക്കലാണ് തോന്നുന്നില്ല. വിൻ വിൻ സിറ്റുവേഷന് ചൈനക്ക് തന്നെയാണ് ഇന്നവേ. കാരണം ഈ പറയുന്ന ഡാറ്റ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് നഷ്ടപ്പെടാണ്. പക്ഷെ ഇപ്പം ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും ഒക്കെ എടുക്കുന്ന ഡാറ്റ അത് US-ലേക്കാണ് പോണത്. ടിക്ടോക്ക് ട്വിറ്ററിന് പകരം ഇങ്ങനത്തെ പകരം WeChat അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ യൂസ്. അവരൊക്കെ അവരുടെ ആപ്പുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത് ഗൂഗിളില്ല, അപ്പം തന്നെ നോക്കാം അവരുടെ ഫുള്ള്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിൻ വിൻ സിറ്റുവേഷന് ചൈനക്ക് എന്നാണ് ഇന്നവേ. കൺസ്പിറസി തിയറി എന്താന്ന് വെച്ചാൽ, കൺസ്പിറസി തിയറി ഉണ്ടാകുമ്പോൾ ഓൾവേസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം certain people. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ, ഇപ്പം ഇതിൻ്റെ ടിക്ടോക്ക് ബാനിൻ്റെ പുറകിൽ സയനിസ്റ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ സയനിസ്റ്റ് ലോബീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഈ ട്രഡീഷണൽ മീഡിയ നമ്മളെ TV ചാനൽസും ഇതൊക്കെ എപ്പോഴും ഒരു ലിമിറ്റഡ് ഭാഗമായിട്ടുള്ള പോർട്രയലേ ഉണ്ടാവലുള്ളൂ. അപ്പോൾ ആൾക്കാർ ഇന്ന വേ ബ്രെയിൻ വാഷ്ഡ് ആണ് എന്നൊക്കെ ഉള്ള ആണ്. ഒരുവിധമൊക്കെ സത്യമാണ്. ഇപ്പോൾ എല്ലായിടത്തും, ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ TV ചാനൽസ് കാണുന്ന, സോഷ്യൽ മീഡിയയിലും ഇഷ്ടം പോലെ പ്രൊപ്പഗൻഡ ഉണ്ട്. പക്ഷേ TV ചാനൽസ് ഇരുന്ന് അത് മാത്രം കൺസ്യൂം ചെയ്യുന്നതും അതിന് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ വേറെ പെർസ്പെക്റ്റീവ് കാണുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വാറിൻ്റെ കാര്യം മീഡിയ കാണിച്ചത് എന്താണോ അതിന് എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിട്ടാണ് ടിക്ടോക്കിൽ തോന്നുന്നത്. കാരണം അവിടുത്തെ ഫൂട്ടേജ്, അവിടെ എന്താ പറയുക, ബോംബ് വീകുന്ന ഫൂട്ടേജ്, ആൾക്കാർക്ക് പരിക്ക് പറ്റിയ ഫൂട്ടേജ്, ഇതൊക്കെ ടിക്ടോക്കിൽ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ടിക്ടോക്കിൽ കൂടെ കുറേ യൂത്തിൻ്റെയിലേക്ക് ഈ റിയാലിറ്റി എത്തി. ലൈക്ക് ഇൻ എ വേ അത് എന്താ പറയുക, അവിടുത്തെ കുറേ റൈറ്റ്സിനും കാര്യങ്ങൾക്കും ഇൻ ജനറൽ ആൾക്കാരുടെ ഒപ്പീനിയൻ മാറുന്നതിനും ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മീഡിയ ഫ്രീഡം, മീഡിയ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, ആ ഒരു മീഡിയ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ടിക്ടോക്ക് ബാൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു സെർട്ടൻ പീപ്പിൾ എന്നുള്ള ഒരു കൺസ്പിറസി തിയറി. ഓർമ്മ ഉണ്ടോ പോസ്റ്റ് ഫൈറ്റ് ഇന്റർവ്യൂല് കബീബ് പറഞ്ഞത്? ഇന്നലത്തെ പോസ്റ്റ് ഫൈറ്റ് ഇന്റർവ്യൂല്, കാരണം ഈ കബീബും കോണർ മാക്ഗ്രെഗറുള്ള റൈവറി എല്ലാവർക്കും ഓൾമോസ്റ്റ് ലൈക്ക് ഈ കോമ്പാറ്റ് സ്പോർട്ടിലേക്കുള്ള ഒരുവിധം എല്ലാവർക്കും അറിയുന്നൊരു റൈവറിയാണ് അവർ തമ്മിൽ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഒരു അനാവശ്യമായിട്ടുള്ളൊരു ഡിസ്പ്യൂട്ടും ഉണ്ടായി. ബിക്കോസ് അയർലൻഡും ദാഗിസ്ഥാൻ എന്നുള്ളതുണ്ടല്ലോ, ഒരു വെറുതെ ഒരു ഇത് ഉള്ളിൽ കൂടെ ഉണ്ട് അങ്ങനെ. അപ്പോൾ ഈ ലൈക്ക് ഫൊറാസ് ഇന്നലെ ആയിരുന്നു ആ ഫൈറ്റ്. കബീബിൻ്റെ കസിൻ ബ്രദറും അയർലൻഡിൽ നിന്നുള്ള ഒരു പോൾ ഹ്യൂസ് എന്നുള്ള ഒരു ഫൈറ്റർ. അതേപോലെ
ഇതേപോലെ കോമ്പാറ്റ് സ്പോർട്ട് അറിയുന്നവർക്ക് അറിയായിരുന്നു ഇങ്ങനെ ഒരു മാച്ച് ഉള്ളതെന്നുണ്ടല്ലോ. അതിന്റെ ഒരു മിനി വേർഷൻ ആയിരുന്നു ഒരു ദാഗസ്ഥാൻ വേഴ്സസ് അയർലൻഡ് എന്നുള്ളതുണ്ടല്ലോ. കുറെ ടോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഓരത്ര പ്രശ്നമൊന്നുമല്ല ഇന്ന് ഇത് കബീബും എന്നാലും ഉണ്ടല്ലോ. പക്ഷേ ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ച് ഐ വാച്ച്. യുനോ ലൈക്ക് ഒരുപാട് അടിപൊളി മാച്ച് കണ്ടിട്ട് പക്ഷേ ഉണ്ടല്ലോ അവരൊന്നും ഇത് എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ ആ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഉസ്മാൻ പോസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഉള്ളിൽ കൂടെ കബീബ് ഒന്ന് മൈക്ക് എടുത്ത് സംസാരിച്ച് തുടങ്ങിയത് തന്നെ ഇതിന്റെ സമയമല്ല, അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എല്ലാം ടോക്ക് ചെയ്യാൻ. പക്ഷേ ഉള്ളിൽ കൂടെ ഒരു ഭയങ്കര ആരും വിചാരിക്കാത്ത ഒരു കാര്യമാണ് സംസാരിച്ചത്. ഹി ടോക്ക് അബൌട്ട് ലൈക്ക് അയർലൻഡ് ബീങ് ദ ഓപ്പൺലി സപ്പോർട്ടർ ഫോർ പലസ്തീൻ. യുനോ ലൈക്ക് കബീബ് ഞാനും മക്ഗ്രഗറും കാരണം നമ്മളൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കിയെന്ന് പറയാം. പക്ഷേ അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. അത് നിങ്ങൾ മറന്നിട്ട് എന്താ പറയുക, അയർലൻഡ് ആണ് ലൈക്ക് ഭയങ്കര കൺട്രിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവർ ബ്രദേഴ്സ് ഇൻ പലസ്തീൻ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ലൈക്ക് ബോത്ത് ഐറിഷ് ഫാൻസും എന്താ പറയുക ലൈക്ക് അറബ് ലൈക്ക് പലസ്തീനിയൻ ഫാൻസും എല്ലാവരും കൂടി ചീറപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റിൽ ന്യൂട്രൽ ഫാൻസിലുണ്ടല്ലോ. ആരും ചിന്തിക്കാത്ത പെട്ടെന്നൊരു അതൊരു നല്ലൊരു മൊമെന്റ് ആയിട്ട് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മളും ആരും പ്രതീക്ഷയില്ല. ലൈക്ക് ഈവൻ ലൈക്ക് ഇതിലേക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾ പോലും ഉണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് പറഞ്ഞതൊരു നല്ലൊരു കാര്യം. ലൈക്ക് രണ്ട് കൺട്രീനെ സർപ്രൈസ്ഡ് ആയി പോയി എല്ലാവരും. ഈവൻ ആ പോൾ ഹ്യൂസിന്റെ കോച്ചസ് ഒക്കെ തന്നെ ലൈക്ക് എല്ലാവർക്കും അതൊരു നല്ലൊരു പോസിറ്റിവിറ്റി ഇതാക്കി കഴിഞ്ഞ ലൈക്ക് ഈ റേസിസം എന്നുള്ള ടോപ്പിക് ഉണ്ടല്ലോ. ആ റേസിസത്തിന്റെ ആ ലെവൽ റേസിസം അല്ല ഞാൻ പറയുന്നത്. റേസിസം ഇന്ത്യൻസ് എന്നുള്ളത് ഉണ്ടല്ലോ, അതൊരു എഗെയിൻസ്റ്റ് ഇന്ത്യൻസ്, സോറി നോട്ട് എമംഗ് എഗെയിൻസ്റ്റ് ഇന്ത്യൻസ് എന്നുള്ളത് അതൊരു ഇപ്പം എന്താ പറയുക ഒരു കോമൺ ലൈക്ക് ഒരു പ്രശ്നമില്ലാത്ത ട്രെൻഡാണ്. അതൊരു പ്രശ്നമില്ലാത്ത അതിന് പ്രശ്നമില്ല എന്നുള്ളത്. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു ബ്ലാക്ക് പീപ്പിളിനോ അല്ലെങ്കിൽ വേറെ മൈനോറിറ്റി ഗ്രൂപ്പിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണമെങ്കിലോ അതാക്കണമെങ്കിൽ അതൊരു വലിയൊരു ചർച്ചാ വിഷയമായി മാറും. ലൈക്ക് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ തന്നെ ലൈക്ക് ജനറൽ ലൈഫിൽ തന്നെ നമ്മളത് ഭയങ്കര കെയർഫുള്ളാണ്, അവർ അഫൻഡ് ആക്കരുത് അല്ലെങ്കിൽ. പക്ഷെ എഗെയിൻസ്റ്റ് ഇന്ത്യൻസ് അതൊരു ഭയങ്കര ഒരു പ്രശ്നമില്ലാത്ത വിഷയം. ഒരു നമുക്ക് ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് നോ വോയിസ്. മനസ്സിലാക്കി അത് പ്രശ്നമില്ല എന്നുള്ളതുണ്ടല്ലോ. ഒരു ഇന്ത്യനെ ബുള്ളി ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈനായിട്ട് റേസിസ്റ്റ് ഹറാസ്മെന്റോ എന്താണെങ്കിലും അത് പ്രശ്നമില്ലാണ്ടായിരിക്കും. അത് ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് സപ്പോർട്ടാണ്. അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. കുറേയൊക്കെ നമ്മളെ ആൾക്കാർ തന്നെയാണ്, കുറേ എന്നല്ല ഒരു 90% നമ്മളെ ആൾക്കാർ തന്നെ കുറേ പറയിപ്പിച്ചിരിക്കുന്നത്. അല്ല എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരിക്കലും റേസിസം ഹാസ് റീസൺ എന്നല്ല പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ത്യൻസ് ആയിട്ട് തന്നെ കുറെ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അവർക്ക് എന്താണോ വേണ്ടത്, അവർക്ക് എന്ത് കാണിച്ചിട്ടാണോ ഈ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യേണ്ടത്, ഹെയ്റ്റ് എൻജോയ് ചെയ്യേണ്ടത് എന്നുള്ളതിനുള്ള കണ്ടന്റ് കുറെ ഇന്ത്യൻസ് ഇങ്ങനെ പ്ലേറ്റിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതെ ശരി തന്നെയാണ്. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഇത് ഡിഫെൻഡ് ചെയ്യല്ല ഇവിടെ. പക്ഷെ ഞാനുണ്ടല്ലോ ഞാനൊരു ജനറൽ ഹ്യൂമാനിറ്റി സൈഡിൽ നിന്നാണ് ചിന്തിച്ച് നോക്കുന്നത്. ലൈക്ക് ഒരു റീസൺ ഇല്ലാതെ ഹെയ്റ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ പേഴ്സണലി എന്നോട് എന്തെങ്കിലും ചെയ്തിക്കണമെങ്കിൽ ഒരു റീസൺ ഉണ്ട് എനിക്ക് ഹെയ്റ്റ് ചെയ്യാൻ. പക്ഷെ അതല്ലാതെ ജസ്റ്റ് ബിക്കോസ് ഒരു ഇന്ത്യൻ അതിനെ കൊണ്ടുണ്ടല്ലോ ലൈക്ക് ആ ഒരു എന്താ പറയുക സ്റ്റീരിയോടിപ്പിക്കൽ റേസിസം അങ്ങോട്ട് ഇട്ട് കളയാ ചെയ്യുന്നത്. അതെനിക്ക് മനസ്സിലാവില്ല. ലൈക്ക് എന്താ അത്ര ഹെയ്റ്റ്രഡ് എന്നുള്ളതുണ്ടല്ലോ. ഒന്നാമത് ലൈക്ക് വൈ ഹെയ്റ്റ്രഡ് ലൈക്ക് ആക്ച്വലി ഹെയ്റ്റ്രഡ് പോലെ തോന്നാം. അല്ല ഇൻ ജനറൽ എന്താ പറയാ കൺക്ലൂഡ് ചെയ്യുമ്പോഴേ പോഡ്കാസ്റ്റിനെ പറ്റി തന്നെ പറഞ്ഞിട്ട് നമുക്ക് റാപ്പപ്പ് ചെയ്യാം. ഇപ്പോൾ എന്താ പറയുക ഈ ലവ് ഈ ടോപ്പിക്കിലും നീ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ആ ഡോക്ടർ നമ്മളെ റിയലി ഹിറ്റ് ആയത് ഡോക്ടർ അന്ന റോമനോവിച്ച്. അതെ. അപ്പോൾ പുള്ളിക്കാരത്തി ഇതിൽ ഇതാണ് ഡോക്ടറേറ്റ് എടുത്തതാണല്ലോ മാരേജസും ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, കാരണം ഇങ്ങനെ പഠിച്ച ഒരാളാണല്ലോ ഇതൊക്കെ പറയുന്നത്. നമ്മളെ പോലത്തെ ഒരാളല്ലല്ലോ ഇത് പറയുന്നത്. അതൊരു ഇപ്പോൾ ഇങ്ങനെ ഇന്നത്തെ നെഗറ്റീവ് മൈൻഡ് ഉള്ളപ്പോൾ ഭയങ്കര എക്സാമ്പിൾ ഇന്നെ തന്നെ എടുക്കുക. അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഒരു പോസിറ്റീവാണ് അത്. ലൈക്ക് അയ്മൻ്റെ ഒരു ഇൻറ്റലും കൂടി കിട്ടാണല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ഗസ്റ്റ് പോലെ അത് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള ടോപ്പിക് ആയിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഗസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കുന്നു, അല്ലെങ്കിൽ ഗസ്റ്റിൻ്റെ ടോപ്പിക് ഇൻട്രസ്റ്റിംഗ് ലൈക്ക് ദ വേ ദേ സ്പീക്ക്. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇൻട്രസ്റ്റഡ് ആവുന്ന കാര്യം എന്താ പറയുക ആ ഗസ്റ്റിൻ്റെ ഒരു എക്സ്പെർട്ടീസ് എന്താണെന്നുള്ളതാണ്. അതായിരിക്കും ഞാൻ ഫസ്റ്റ്. ഇപ്പോൾ ഒരാളെ ആൻസർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബുക്ക് വായിച്ചിട്ട് ഈ ഓത്തറിനായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ആ ബുക്കാണ് എന്നെ ഫസ്റ്റ് ഇമ്പ്രസ് ചെയ്യുന്ന കാര്യം. അതേപോലെ ഒരു ഗസ്റ്റിനെ നോക്കുമ്പോൾ ഗസ്റ്റിൻ്റെ എക്സ്പെർട്ടീസ് എന്താണോ അതാണ്. അപ്പം ഈ ഡോക്ടർ അന്നൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ ഈ പ്രൊഫൈലോ കാര്യങ്ങളോ എന്താ ഇതിൻ്റെ റിസർച്ചിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ
learned about researched about arranged marriages while staying in India for a long time. ഇപ്പോൾ ഒരു 7 കൊല്ലമായിട്ട് 5-7 കൊല്ലമായിട്ട് അടുപ്പിച്ച് നിൽക്കാന്നല്ല, എടുക്കങ്ങോട്ട് വരും, എടുക്ക അവിടെ പോവും, അങ്ങനെ ആയിട്ട് എന്താ പറയുക ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ട് അവിടെ അത്ര ലോങ് റിസർച്ച് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇനി പറഞ്ഞ പോലെ നമ്മൾ രണ്ട് പൊട്ടന്മാർ എന്തെങ്കിലും പറയുന്ന പോലെ ആയിരിക്കില്ല ഒരു ലൈഫ് ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്താ പറയുക ഒരു ഐ ഓപ്പണിംഗ് എന്നല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നീ എന്തെങ്കിലും ചോദിച്ചത് ഇതുപോലെ എന്താ പറയാ ആ ഗസ്റ്റ് ആണോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഗസ്റ്റ് പറയുന്നത്? അപ്പോൾ ഞാൻ വേറെ ട്രാക്ക് മാറിപ്പോയി. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ആയിട്ട് ആ ടോപ്പിക്കാണ്, പക്ഷെ ഞാൻ മീറ്റ് ചെയ്തപ്പം പേഴ്സണൽ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത്, സത്യം പറഞ്ഞാൽ എന്താ പറയുക ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ നമ്മൾ ജസ്റ്റ് കോഫിക്ക് വേണ്ടി മീറ്റ് ചെയ്തപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ വരെ പോഡ്കാസ്റ്റിൽ ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിപ്പോയി. ആ ഒരു മീറ്റിംഗ് വരെ റെക്കോർഡ് ചെയ്താൽ മതി എന്നുള്ള അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓരോ കാര്യങ്ങൾ ക്യാമറയിൽ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ഇപ്പോൾ ഓരോ പേഴ്സണൽ ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസ് പറഞ്ഞതൊക്കെ, ആൾക്കാരെ മീറ്റ് ചെയ്തതും, പിന്നെ ഇതിനെ പറ്റി കുറച്ച് പറഞ്ഞ് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടിയൊക്കെ ആവശ്യം വന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ലോയാലിറ്റിനെ പറ്റിയിട്ടും ചീറ്റിങ്ങിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഒരു പറഞ്ഞത് ഓരോ പേഴ്സണൽ ലൈഫിൽ നിന്നും അവിടെ നാട്ടിൽ നിന്ന് റിസർച്ച് ചെയ്ത കുറച്ച് ആൾക്കാരെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് പിന്നെ അത് ഒരു ഇൻ കേസ് ഇഫ് ദേ ലിസൺ ടു അത് മനസ്സിലാവണ്ട എന്നുള്ള അതിൽ കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ അതെ, ഒരു ഫസ്റ്റ് എന്താണോ ഒരു ദേ ബ്രിങ് ടു ദ ടേബിൾ, അതാണ് എനിക്ക് ഇൻട്രസ്റ്റിങ്. പിന്നാണ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇതുപോലെ ഇനിയിപ്പോൾ ഡ്രീം ഗസ്റ്റുകൾ ഉണ്ടോ ലിസ്റ്റിൽ? ഡ്രീം ഗസ്റ്റുകളുടെ ഒരു നിര തന്നെ ഉണ്ട്. ലൈക്ക് ഒരു അതിൽ എല്ലാവരുടെ പേരൊന്നും പറയുന്നില്ല. കുറേ ആൾക്കാർ പറഞ്ഞ പോലെ ഞാൻ എന്താ പറയുക മാനിഫെസ്റ്റ് ചെയ്യുക, ഞാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എന്താ പറയുക നാട്ടിൽ പോകുമ്പം കുറച്ച് ആൾക്കാരെ എൻ്റെ മനസ്സിലുണ്ട്. ആൾക്കാരെ പേര് ഇപ്പം പറയുന്നില്ല, പക്ഷേ ഒരു ഡ്രീം ഗസ്റ്റിൻ്റെ പേര് നീ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇൻ ജനറൽ നാട്ടിൽ പോകുമ്പോൾ കുറച്ച് ആൾക്കാരെ ഇരുന്ന് സംസാരിക്കണം എന്നുണ്ട്. ഇൻ്റർവ്യൂ ആയിട്ടല്ല, അതേപോലെ ഇരുന്ന് സംസാരിക്കുക എന്നുള്ള ഒരിത്. പക്ഷെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്രോത്തിന് ഒരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടത് തന്നെ ഇംഗ്ലീഷിൽ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല, കാരണം മലയാളത്തിൽ കേൾക്കുമ്പോൾ എളുപ്പമാണ്. പ്രത്യേകിച്ച് പോഡ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വേറൊരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ആയിട്ട് നിൽക്കുമ്പം ബിഹൈൻഡ് ദ സീൻസ് നമ്മൾ ഇയർഫോൺ ഇട്ടിട്ടോ അല്ലെങ്കിൽ സ്പീക്കറിൽ ഇട്ടിട്ടോ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ഇംഗ്ലീഷിലൊരു വെൽ റെഡ് അല്ലാത്ത ഒരാൾക്ക് ബുദ്ധിമുട്ട്, എന്തിനാണ് എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് ആലോചിക്കും. അപ്പോൾ കൂടുതൽ എപ്പിസോഡ് മലയാളത്തിൽ ചെയ്യണം എന്നുണ്ട്. അതിനുള്ള AI ടൂൾ ആരെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഡബിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു, പൈസ കൊടുത്തിട്ട്. പക്ഷേ പൈസ കൊടുക്കണ്ടേ, പൈസ കൊടുക്കാൻ വേണ്ടേ? അതെ. അപ്പോൾ മലയാളത്തിൽ കൂടുതൽ എപ്പിസോഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇവിടെ ആയതിൻ്റെ ആ ഒരു കൺസ്ട്രെയിൻസ്. പിന്നെ ഓക്കെ, ഡ്രീം ഗസ്റ്റ്, എൻ്റെ അറ്റ്മോസ്റ്റ് ഡ്രീം ഗസ്റ്റ് എന്നുള്ളത് അമൽ നീരദാണ്. ലൈക്ക് ചിലപ്പോൾ വിയേർഡ് ചോയ്സോ ഇതൊക്കെ ആയിരിക്കാം. പക്ഷേ ലൈക്ക് ഞാൻ സർപ്രൈസ്ഡ് അല്ല, പക്ഷേ ലൈക്ക് ഒരു ഡിഫറെന്റ് ആംഗിൾ മനസ്സിലായെങ്കിൽ. അതെ, അത് പ്രത്യേകിച്ച് ഇതിന്റെ ഒരു അമൽ നീരദിന്റെ ഒരു ഫാൻ ബോയ് ആണ്. അതെ, ഫാൻ ബോയ്. ഞാൻ ആരും ഫാൻ അല്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പക്ഷെ അമലിന്റെ വർക്ക് ഭയങ്കര എന്താ പറയാ ഇമ്പാക്ട് ചെയ്തിരുന്ന. ഞാനിപ്പം എന്താ പറയാ ആൾക്കാർ മോശം എന്ന് പറയുന്ന സിനിമകൾ വരെ എനിക്ക് അത് കാണുമ്പം എനിക്കെന്തോ അതിൻ്റെ ഒരു ഇഷ്ടമാണ്, ആ ഒരു പാറ്റേൺ ഓഫ് ഹിസ് ഫിലിം മേക്കിംഗ്. അപ്പോൾ പിന്നെ വേറെ ഒരു കാര്യം എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് നല്ലോണം കഷ്ടപ്പെട്ട് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, അമൽ നീരദ് അധികം ഇന്റർവ്യൂ കൊടുക്കാത്ത ആളാണ്. ലൈക്ക് ലാസ്റ്റ് കൊടുത്ത ഇന്റർവ്യൂ ഒക്കെ എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കൊല്ലങ്ങൾ മുമ്പ് ആവാനാണ് ചാൻസ് ഉള്ള. എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കിട്ടണം. എക്സ്ക്ലൂസീവ്, അതെ എക്സ്ക്ലൂസീവ് അല്ല, കാരണം ഇന്റർവ്യൂ കൊടുക്കാത്ത റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഇപ്പോൾ ഒരു ഗസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചോദ്യം ചോദിക്കുക, എന്താണ് ഉത്തരം പറയുക, ചിലപ്പം പേഴ്സണലായിട്ടുള്ള ചോദ്യം ചോദിക്കുക, അതൊക്കെ അങ്ങനത്തെ ഒരു ഇതാണല്ലോ, ഒരു ഫോർമൽ സെറ്റിംഗ് ആണല്ലോ. പക്ഷെ അല്ല, സെയിം ടൈം ഇങ്ങനെ ഇരുന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ആ ഒരു ഔട്ട്കമാണ് എനിക്ക് ആ ഒരു കൺവേഴ്സേഷനും കൊണ്ടുവരേണ്ടത്. അപ്പം അതെ, അതൊക്കെ തന്നെ. എന്നാൽ പിന്നെ ഓക്കെ, ബൈ ബൈ.